അമൂല്, മിൽമ തുടങ്ങിയ ബ്രാൻഡുകൾ ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രീനെ സീരിയസ് ആയി എടുക്കുന്നവരുടെ മുമ്പിൽ എപ്പോഴും ഒരു ചോദ്യം ഇതാണ്. 1 ലിറ്റർ നെയ്യ് അല്ലെങ്കിൽ 1 കിലോ ബട്ടർ ഉണ്ടാക്കാൻ 20 ചില്ലറ ലിറ്റർ പശുവിന്റെ പാല് വേണം എന്നാണ് കണക്ക്. അപ്പം മിൽമ ഇപ്പം കർഷകർക്ക് കൊടുക്കുന്ന വില വെച്ച് നോക്കിക്കഴിഞ്ഞാൽ 800 രൂപയുടെ അടുത്ത് വിലയുടെ പാല് വേണം. പാല് സംഭരിച്ച് ഒരു പ്ലാന്റിൽ എത്തിക്കണം അല്ലെ. വലിയൊരു പ്ലാന്റ് വേണം. അതിന് ഇൻവെസ്റ്റ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട കോസ്റ്റുകളുണ്ട്. അവിടെ ഇലക്ട്രിസിറ്റി വേണം, വേസ്റ്റ് മാനേജ്മെന്റ്, അവിടെ ജോലി ചെയ്യുന്ന ആൾക്കാരുടെ ശമ്പളം, അങ്ങനെ 100 കണക്കിന് ചെലവ് അവിടെ ഉണ്ടാവും അല്ലെ. അത് കഴിഞ്ഞ് ഇത് പാക്കേജ് ചെയ്യണം, ബ്രാൻഡിങ് കോസ്റ്റ്, മാർക്കറ്റിംഗ് കോസ്റ്റ്, അതൊക്കെ കഴിഞ്ഞ് ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ്. ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് റീറ്റെയിലർ എടുത്ത് ചെയ്യണം. റീറ്റെയിലർ ഒരു മാർജിൻ എടുക്കില്ലേ, സൂപ്പർ മാർക്കറ്റ് ആയാലും ആരായാലും. അപ്പോ 800 രൂപയുടെ റോ മെറ്റീരിയലും ഈ ബാക്കിയുള്ള കോസ്റ്റുകൾ ഞാൻ പലതും മറന്നുപോയിട്ടുണ്ടോ പറയാൻ, എല്ലാം കഴിയുമ്പോൾ 1000 രൂപയുടെ മേലെ കുറെ കൂടുതൽ പൈസക്കല്ലേ ഇത് വെക്കേണ്ടത്. എന്നിട്ട് ഇവരെങ്ങനെ ഇത് പകുതിയോ അല്ലെങ്കിൽ അതിന്റെ താഴെയോ വിലക്ക് ഇവർക്ക് വിൽക്കാൻ പറ്റുന്നത്? ഇവരിത് നഷ്ടത്തിൽ നോക്കുന്നുണ്ടാവുക. അമൂൽ ആയിരക്കണക്കിന് കോടി രൂപ ലാഭം ഉണ്ടാകുന്ന കമ്പനി, മിൽമ ആയാലും കോടിക്കണക്കിന് രൂപ ലാഭം ഉണ്ടാകുന്നുണ്ട്. പിന്നെ മിൽക്കിൽ നിന്ന് എന്തെങ്കിലും എക്സ്ട്രാക്ട് ചെയ്ത്, പക്ഷെ ഇത് ഫാറ്റ് ആണ് പ്രധാനമായിട്ട് ഇതിലെ കണ്ടന്റ്. പിന്നെ മിൽക്കിൽ എന്താ ബാക്കിയുള്ള വെള്ളമോ, അവരത് മിൽക്ക് വാട്ടറാക്കി വെക്കുന്നുണ്ടാവും. ഒരു പിടിയും കിട്ടുന്നില്ല ആലോചിച്ചിട്ട്. അതുകൊണ്ട് തന്നെ കൊള്ളാവുന്നൊരു ബിരിയാണിക്കാരൻ മിൽമയുടെ അമൂലിന്റെ നെയ്യ് കൊടുത്താൽ അംഗീകരിക്കില്ല. ഞങ്ങളാരും പൊതുവെ മിൽമയുടെ അമൂലിന്റെ ബട്ടറോ ഗീയോ ഒന്നും ഉപയോഗിക്കാറില്ല. ഒരു പിടിയും കിട്ടുന്നില്ല. എന്താണ് ഇതിന്റെ പരിപാടി? അറിയില്ല.